2 ദിവസം നീണ്ടു നിൽക്കുന്ന CPM സംസ്ഥാന കമ്മിറ്റി യോഗത്തിനും ഇന്ന് തുടക്കമാകും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രാദേശിക തലത്തിലുണ്ടായ വീഴ്ച മനസ്സിലാക്കാൻ സംഘടനാ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നാണ് ഇന്നലെ ചേർന്ന സെക്രട്ടേറിയറ്റ് വിലയിരുത്തിയത്. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമില്ല എന്നുകൂടി സെക്രട്ടേറിയറ്റ് വിലയിരുത്തുന്നു. അതിൽ തന്നെ സ്വർണ്ണക്കൊള്ളയിൽ പത്മകുമാറിനെതിരെ നടപടിയില്ലെന്ന എതിരാളികളുടെ പ്രചാരണം ചെറുക്കാനായില്ല എന്ന വിലയിരുത്തലുകളും ഉണ്ടായി. തിരുത്തൽ നടപടികൾ വേഗത്തിലാക്കാനും സെക്രട്ടേറിയറ്റ് യോഗം തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ തിരുവനന്തപുരത്തേക്ക് പോകാം. വിശദാംശങ്ങൾക്കായി സനിസ ശോഭാചന്ദ്രൻ വിവരങ്ങൾ നൽകും. സനിസ, എവിടെയാണ് വീഴ്ച സംഭവിച്ചത് എന്നുള്ള കാര്യമാണ് CPM വിശദമായി തന്നെ പരിശോധിക്കുന്നത്. അത് താഴെത്തട്ടിൽ നിന്നുള്ള റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ്. അങ്ങനെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പ്രത്യേകിച്ച് പത്മകുമാറിനെതിരെ അടക്കം നടപടിയെടുക്കാത്തത് അത് വലിയ വീഴ്ചയായി. പ്രാദേശിക തലത്തിൽ അടക്കം ആ ചോദ്യങ്ങളെ നേരിടാൻ പ്രവർത്തകർക്ക് കഴിഞ്ഞില്ല എന്നുള്ള ഒരു വീണ്ടും വിചാരം കൂടി സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഇനിയും ഇതുമായി ബന്ധപ്പെട്ട യോഗങ്ങൾ ഉണ്ടാകുമെന്ന് അറിയുന്നു. ഇന്നലെ സെക്രട്ടേറിയറ്റ് യോഗത്തിലുണ്ടായ കൃത്യമായ വിലയിരുത്തലുകൾ എന്തൊക്കെയാണ്? ഇനി CPM-ന് അകത്ത് മറ്റെന്തൊക്കെ നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കണം? സനിസ, ഇന്നലെ ചേർന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ CPM-ന് പ്രാദേശിക തലത്തിലാണ് വീഴ്ച പറ്റിയിരിക്കുന്നത്. എന്നാൽ സംഘടനയുടെ നേതൃത്വത്തിന് ഇത്തരത്തിൽ പ്രാദേശിക തലത്തിൽ ഉണ്ടായ ആ ഒരു പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നും സെക്രട്ടേറിയറ്റ് വിലയിരുത്തിയിട്ടുണ്ട്. കൂടാതെ തന്നെ കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമില്ല, പ്രാദേശിക തലത്തിൽ CPM-ന് ഏറ്റ വീഴ്ചയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത് എന്നാണ് ഇത്തരത്തിൽ CPM സെക്രട്ടേറിയറ്റ് വിലയിരുത്തിയത്. കൂടാതെ തന്നെ സ്വർണ്ണക്കൊള്ള കേസിൽ ഇത്തരത്തിൽ പത്മകുമാറിനെതിരെ നടപടിയെടുത്തില്ല എന്ന എതിർ പാർട്ടികളുടെ പ്രചാരണത്തെ ചെറുക്കാൻ കഴിഞ്ഞില്ലെന്നും സെക്രട്ടേറിയറ്റ് വിലയിരുത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ പ്രാദേശിക തലത്തിൽ പാർട്ടിക്ക് വീഴ്ച പറ്റിയെന്ന് സമ്മതിക്കുമ്പോൾ തന്നെ സെക്രട്ടേറിയറ്റിൽ ഭരണവിരുദ്ധ വികാരമില്ല എന്ന ഒരു വിലയിരുത്തലിലേക്കാണ് CPM എത്തിയത്. ഈ ഒരു തരത്തിൽ തന്നെ സ്വർണ്ണക്കൊള്ളയിൽ നടന്ന പ്രചാരണങ്ങളെ ഒന്നും ചെറുക്കാൻ കഴിഞ്ഞില്ല, അത് തെരഞ്ഞെടുപ്പിൽ ക്ഷീണമായിട്ടുണ്ട് എന്നും സെക്രട്ടേറിയറ്റ് വിലയിരുത്തുന്നുണ്ട്. ഇത്തരത്തിൽ പാർട്ടിയെയും അതുപോലെ തന്നെ അണികളെയും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സജീവമാക്കാനും അതുപോലെ തന്നെ ഈ സജീവമാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം സംഘടനയ്ക്ക് സംഭവിച്ചിട്ടുണ്ട്, അത്തരത്തിലൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് വിലയിരുത്തുന്നതിനോടൊപ്പം തന്നെ വരുന്ന ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിനേക്ക് വേണ്ടി അണികളെയും അതുപോലെ തന്നെ പാർട്ടിയെയും കൂടുതൽ സജീവമാക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാനുള്ള തീരുമാനവുമായിട്ടുണ്ട്. ഇനി ഈ സെക്രട്ടേറിയറ്റ് യോഗത്തിന് പിന്നാലെ ഇനി 2 ദിവസം നീണ്ടു നിൽക്കുന്ന CPM സംസ്ഥാന കമ്മിറ്റി യോഗം നടക്കാനിരിക്കുകയാണ്. ഈ യോഗത്തിൽ ഈ വിവിധ വിഷയങ്ങൾ വ്യക്തമായി ചർച്ച ചെയ്ത് ഇതിനുള്ള എല്ലാ പദ്ധതികളും ഇന്നലെ തന്നെ ഈ പദ്ധതികളൊക്കെ ആവിഷ്കരിച്ച് അതിനൊരു രൂപരേഖ നൽകിയിട്ടുണ്ട് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ. അതിന്റെ കൂടുതൽ ചർച്ചകളും അതിൽ എന്തൊക്കെ മാറ്റങ്ങൾ നടത്തണം എന്നതൊക്കെ ആയിരിക്കും ഈ 2 ദിവസത്തെ യോഗത്തിൽ തീരുമാനിക്കുക. കൂടാതെ സ്വർണ്ണക്കൊള്ളയിൽ പാർട്ടിക്ക് പത്മകുമാറിനെതിരെ പത്തനംതിട്ടയുടെ മുഖമായിരുന്ന വ്യക്തിയാണ്. വളരെയേറെ കാലം അദ്ദേഹത്തിനെതിരെ ഒരു നടപടി എടുക്കാത്തതിൽ പല കോണുകളിൽ നിന്നും വിമർശനം ഉയർന്നിരുന്നു. ജനങ്ങൾക്കിടയിലും ഇതൊരു വളരെ സെൻസിറ്റീവായ ഒരു വിഷയമായതുകൊണ്ട് തന്നെ പല സംശയങ്ങൾ ഉയർന്നിരുന്നു. ഇതിനെ ചെറുക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന തീരുമാനത്തിൽ അല്ലെങ്കിൽ വിലയിരുത്തലിൽ അവസാനം സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പാർട്ടി എത്തിയിരിക്കുകയാണ്. ഇത്തരത്തിൽ ഇതിൽ ഒരു നടപടി ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഇതിൽ ഏത് തരത്തിലുള്ള ചർച്ചയാണ് ഇനി ഉണ്ടാകുക, അല്ലെങ്കിൽ എന്ത് നടപടിയാണ് ഉണ്ടാകുക എന്നതൊക്കെ കാത്തിരുന്ന് കാണേണ്ടതാണ്. കൂടാതെ തന്നെ അസംബ്ലി തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഒരു സാഹചര്യത്തിൽ പാർട്ടിയെയും അണികളെയും കൂടുതൽ ശക്തമാക്കേണ്ട ഒരു സാഹചര്യം നിലവിൽ CPM-നുണ്ട്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രാദേശിക തലത്തിലേറ്റ തിരിച്ചടി സംഘടനയ്ക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്ന ഒരു വിലയിരുത്തൽ തന്നെ അസംബ്ലി തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തിക്കൊണ്ടാണ് പാർട്ടി എടുത്തിരിക്കുന്നത്. ആ ഒരു വിലയിരുത്തലിൽ എന്തായാലും CPM മുന്നോട്ട് പോകുക, അണികളെ കൂടുതൽ ശക്തമാക്കി പുതിയ പദ്ധതികൾ പാർട്ടിയിലേക്ക് അടുപ്പിക്കാനും പാർട്ടിയെ സജീവമാക്കാനും എടുത്തുകൊണ്ടായിരിക്കും. 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഒരു സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഇതൊക്കെ ആയിരിക്കും ചർച്ചയിൽ വരിക. കൂടുതൽ സ്വയം വിമർശനങ്ങളും ഒക്കെ പാർട്ടിയിൽ ചർച്ചയാവാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിൽ സ്വർണ്ണക്കൊള്ളയും പ്രാദേശിക തലത്തിലേറ്റ വീഴ്ചയും സംഘടനയ്ക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് ഉണ്ടായ പരാജയത്തിന് പിന്നിലെന്നാണ് CPM സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വിലയിരുത്തിയത്. 2 ദിവസം നീളുന്ന ഈ ചർച്ചയിൽ കമ്മിറ്റി യോഗത്തിൽ ഇതിനെ എങ്ങനെ വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ചെറുക്കാമെന്നായിരിക്കും CPM ചർച്ച ചെയ്ത് തീരുമാനിക്കുക. ജിൽസി, സേഫു.